നമസ്കാരം. ഇങ്ക് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഉടുമ്പൻചോലയിൽ മൂന്നാം വട്ടവും എം മണി സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. ഇന്നലെ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുന്നത് മണിയുടെ പേരാണ്. അതവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അറിയിക്കുകയും ചെയ്തു. മണിയാശാൻ അല്ലാതെ മറ്റൊരു പേര് ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല ഇടുക്കിയിലെ പാർട്ടി അദ്ദേഹത്തെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ താല്പര്യം കാണിക്കുന്നത്. പകരക്കാരായി കാണുന്നവരെക്കാൾ ഒക്കെയേറെ ഉയരത്തിലാണ് അദ്ദേഹത്തിന്റെ ജനസമ്മതി. ഉടുമ്പൻചോല മണ്ഡലത്തിലൂടെ നിങ്ങൾ ഒന്ന് യാത്ര ചെയ്തു നോക്കൂ. അതിശോക്തി പറയുകയല്ല, ഒരു നാട്ടിൽ ഇത്രയധികം റോഡുകൾ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. ഒരു കാലത്ത് പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന വഴിയുടെ സ്ഥാനത്തെല്ലാം ഇന്ന് BM&BC നിലവാരത്തിലുള്ള റോഡുകൾ. രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനം പാർലമെന്ററി രംഗത്ത് കൂടി അദ്ദേഹം വിപുലമാക്കുന്നത് 2016-ലാണ്. അന്ന് 1000-നടുത്ത് മാത്രം വോട്ടിന് ജയിച്ച മണി മണ്ഡലത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറയാം. എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ശൈലിയും നാടൻ ഭാഷയും ഒക്കെ അദ്ദേഹത്തെ ചിലരിൽ നിന്നെല്ലാം അക്കാലത്ത് അകറ്റിയിട്ടുണ്ടായിരുന്നു. മണി മോശക്കാരനായ ഒരു നേതാവാണെന്ന ചിത്രീകരണം നടത്താൻ കോൺഗ്രസുകാർ കിണഞ്ഞു പരിശ്രമിക്കുകയും കുറെയൊക്കെ അവരുടെ പ്രചാരണത്തിൽ ജനം വീഴുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം വിജയിച്ചു. പിന്നീടാണ് കളി മാറുന്നത്. പൊതുവിൽ കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ നിന്ന് അകന്നു നിൽക്കാനായിരുന്നു ഇടുക്കിക്കെന്നും യോഗം. 2016-ന് ശേഷം അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നു. ഉടുമ്പൻചോലയിലേക്കും ഇടുക്കി ജില്ലയിലേക്കും പുതിയ റോഡുകൾ വരുന്നു, പാലങ്ങൾ വരുന്നു, ആശുപത്രികളും സ്കൂളുകളും അടക്കം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുന്നു. എല്ലാം ഒറ്റയാളുടെ ഇടപെടലിലാണ്. മണിയുടെ തൊട്ടടുത്ത വർഷം അദ്ദേഹം മന്ത്രിയായി. മണിക്ക് വിദ്യാഭ്യാസമില്ലെന്നും അറിവില്ലാത്തയാൾ മന്ത്രിയായാൽ സംസ്ഥാനം നാണം കെടുമെന്നും പറഞ്ഞവരിൽ സിനിമാ താരങ്ങൾ വരെയുണ്ട്. പക്ഷേ ആ കുപ്രചാരണങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കാൻ ഒരു ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാത്ത 5 വർഷം നമുക്ക് മുന്നിലുണ്ട്. വൈദ്യുതി വില കൊടുത്തു വാങ്ങേണ്ട സ്ഥിതി ഇന്നും നിലനിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ പുതിയ ജലവൈദ്യുത പദ്ധതികൾ ആരംഭിച്ചു വൈദ്യുതോൽപാദനം വർദ്ധിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയത് അദ്ദേഹമാണ്. ഇന്ന് പനംകുട്ടിയിലും മൂലമറ്റത്തുമൊക്കെ ആ അഭിമാന പദ്ധതികൾ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. ഒരു ജനപ്രതിനിധി എങ്ങനെ തന്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കണം എന്നതിന്റെ മാതൃകയാണ് മണി. അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കാമെന്ന് സംസ്ഥാന നേതൃത്വവും തീരുമാനിച്ചാൽ കോൺഗ്രസുകാർക്ക് പിന്നെ മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരില്ലെന്ന് ചുരുക്കം.